സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ MCQ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ വെച്ചിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ വെച്ച് നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊരു വർക്കൗട്ട് പോലെ ആണ് ഈ ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം മുന്നേ നമ്മൾ ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, ഞാനിതിൽ ക്വസ്റ്റ്യൻ പറയും, അതുപോലെ ഓപ്ഷൻസും പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ആൻസറിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ അല്ലേ. അപ്പം ഞങ്ങൾക്കൊരു റിവിഷനും കറക്റ്റ് നടന്നു പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് The rock formed from molten magma are called അല്ലേ. അപ്പം ഓപ്ഷൻസ്: ഓപ്ഷൻ എ സെഡിമെന്ററി റോക്ക്, ഓപ്ഷൻ ബി ഇഗ്നീഷ്യസ് റോക്ക്, ഓപ്ഷൻ സി മെറ്റാമോർഫിക് റോക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ദ റോക്ക് ഫോംഡ് ഫ്രം മോൾട്ടൺ മാഗ്മ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മോൾട്ടൺ മാഗ്മ എന്ന് ഫോം ആവുന്ന ആ ഒരു റോക്കിന് നമ്മൾ പറയുന്ന പേരാണ് ഇഗ്നീഷ്യസ് റോക്ക് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇഗ്നീഷ്യസ് റോക്ക് ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക, ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റോക്കിനെ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ സബ് എന്നുള്ളതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വരാത്തവരെന്തായാലും പോയിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ദ റോക്സ് ഫോംഡ് ബൈ ഗ്രാജുവൽ ഡെപ്പോസിഷൻ ആർ കോൾഡ് അല്ലേ. അപ്പം ഗ്രാജുവൽ ഡെപ്പോസിഷൻ വരുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ആ ഒരു റോക്ക് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സെഡിമെന്ററി റോക്ക്, ഓപ്ഷൻ ബി ഇഗ്നീഷ്യസ് റോക്ക്, ഓപ്ഷൻ സി മെറ്റാമോർഫിക് റോക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? റോക്ക് ഫോംഡ് ബൈ ഗ്രാജുവൽ ഡെപ്പോസിഷൻ ആണ് അല്ലേ. ഗ്രാജുവൽ ഡെപ്പോസിഷൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാജുവൽ ഡെപ്പോസിഷൻ വരുന്നതാണെങ്കിൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ. സെഡിമെന്ററി റോക്ക് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ സബായിട്ട് വരുന്നതാണ് അല്ലേ. ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇഗ്നീഷ്യസ് റോക്ക് എങ്ങനെയാണ് ഫോം ആവുന്നത്, സെഡിമെന്ററി റോക്ക് എങ്ങനെയാണ് ഫോം ആവുന്നത്, മെറ്റാമോർഫിക് റോക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി വെക്കുക. അപ്പം റോക്ക് ഫോംഡ് ബൈ ഗ്രാജുവൽ ഡെപ്പോസിഷൻ ആണെങ്കിൽ അതിന് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ കൂളിംഗ് ഓഫ് മാഗ്മ വരികയാണെങ്കിലോ ഇഗ്നീഷ്യസ് റോക്ക് ആണല്ലേ വരുന്നത്. അതുപോലെ തന്നെ മെറ്റാമോർഫിക് റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച്, അതായത് എക്സിസ്റ്റിംഗ് റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ആയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പം അതായത് ഹീറ്റിനും പ്രഷറിനും ഒക്കെ സബ്ജക്റ്റഡ് ആയിട്ട് അതിന് ക്യാരക്ടേഴ്സിന് ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ അങ്ങനത്തെ ആ രീതിയിൽ ഫോം ആവുന്ന റോക്കിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത് അല്ലേ. മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് മാർബിൾ, സ്ലേറ്റ് ഒക്കെ വരുന്നത്. എക്സാമ്പിൾസും എല്ലാത്തിൻ്റെതും നോക്കി വെക്കുക. പിന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. നമ്മളിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് പറഞ്ഞിട്ടുള്ളത്, സെഡിമെന്ററി റോക്കാണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് വരുന്നത്. റോക്സ് ഫോംഡ് ഡ്യൂ ടു അൾട്രേഷൻ ഓഫ് ഒറിജിനൽ സ്ട്രക്ചർ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് എക്സസീവ് പ്രഷർ ആർ കോൾഡ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സെഡിമെന്ററി റോക്ക്, ഓപ്ഷൻ ബി ഇഗ്നീഷ്യസ് റോക്ക്, ഓപ്ഷൻ സി മെറ്റാമോർഫിക് റോക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. ഇതിലൊരു ഡൗട്ടും ഇല്ലാണ്ട് സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒറിജിനൽ സ്ട്രക്ചറിന് ചേഞ്ച് വരുന്നത് അല്ലേ. റോക്സ് ഫോംഡ് ഡ്യൂ ടു അൾട്രേഷൻ ഓഫ് ഒറിജിനൽ സ്ട്രക്ചർ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് എക്സസീവ് പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് മെറ്റാമോർഫിക് റോക്കാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നോക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ജിയോളജിക്കലി മാർബിൾ ഈസ് നോൺ ആസ്. ജിയോളജിക്കലി മാർബിൾ എന്താണെന്നാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സെഡിമെന്ററി റോക്ക്, ഓപ്ഷൻ ബി ഇഗ്നീഷ്യസ് റോക്ക്, ഓപ്ഷൻ സി മെറ്റാമോർഫിക് റോക്ക്, ഓപ്ഷൻ ഡി സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് അല്ലേ. ജിയോളജിക്കലി ആണ് ചോദിച്ചിട്ടുള്ളത്. ജിയോളജിക്കലി മാർബിൾ മെറ്റാമോർഫിക് റോക്കിലാണല്ലേ വരുന്നത്. അപ്പം ജിയോളജിക്കലി ചോദിച്ചിട്ടുണ്ട്. അപ്പം മാർബിൾ വരുന്നത് ഏതിലാണ്? മെറ്റാമോർഫിക് റോക്ക്, ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പം 4 ഓപ്ഷൻസിലുള്ളത് ഓപ്ഷൻ എ സെഡിമെന്ററി റോക്ക്, ഓപ്ഷൻ ബി ഇഗ്നീഷ്യസ് റോക്ക്, ഓപ്ഷൻ സി മെറ്റാമോർഫിക് റോക്ക് അല്ലേ. അപ്പം ഇത് മൂന്നും സെഡിമെന്ററി ആണെങ്കിലും ഇഗ്നീഷ്യസ് ആണെങ്കിലും മെറ്റാമോർഫിക് ആണെങ്കിലും എന്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലേ. അപ്പം ഈ ഒരു സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് ആണെങ്കിലോ അത്
വരുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കിലാണ് അല്ലേ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കിൽ നമ്മൾ ഈ ഒരു മാർബിൾ വരുന്നത് അൺസ്റ്റാറ്റിസ്ഫൈഡ് റോക്കിലാണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് ആണെങ്കിൽ ഈ മാർബിൾ വരുന്നത് ഏതിലാണ്? അൺസ്റ്റാറ്റിസ്ഫൈഡ് ആണ്. അതും കൂടെ നോക്കി വെക്കുക. അൺസ്റ്റാറ്റിസ്ഫൈഡിലാണ് ഈ ഒരു മാർബിൾ വരുന്നതും കൂടെ നോക്കി വെക്കുക. അറിഞ്ഞിരിക്കുക, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 വരുന്നത് എന്താണ്? ഗുഡ് ക്വാളിറ്റി സ്റ്റോൺസ് മസ്റ്റ് അല്ലേ. ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ മസ്റ്റ് ഓപ്ഷൻ എ ഡ്യൂറബിൾ, ഓപ്ഷൻ ബി ഫ്രീ ഫ്രം ക്ലേ, ഓപ്ഷൻ സി റെസിസ്റ്റ് ആക്ഷൻ ഓഫ് ആസിഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് അല്ലേ. ഗുഡ് ക്വാളിറ്റി ഓഫ് സ്റ്റോണിൻ്റെത് ഈ ഒരു എല്ലാ ബെനിഫിറ്റ്സും വേണം അല്ലേ. ഇത് ഡ്യൂറബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഫ്രീ ഫ്രം ക്ലേ ആയിരിക്കണം, റെസിസ്റ്റ് ആക്ഷൻ ഓഫ് ആസിഡ് ആയിരിക്കണം അല്ലേ. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. എന്താണ് വരുന്നത്? എ സ്റ്റോൺ ഈസ് റിജക്റ്റഡ് ഇഫ് ഇറ്റ് അബ്സോർബ് വാട്ടർ മോർ ദാൻ അല്ലേ. എത്രയിൽ കൂടുതലായി കഴിഞ്ഞാലാണ് ഈ ഒരു സ്റ്റോൺ നമ്മൾ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോണിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയിൽ കൂടുതലായി കഴിഞ്ഞാലാണ് നമ്മൾ സ്റ്റോൺ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് 5%, ഓപ്ഷൻ ബി വരുന്നത് 10%, ഓപ്ഷൻ സി വരുന്നത് 15%, ഓപ്ഷൻ ഡി വരുന്നത് 20% അല്ലേ. നമ്മൾ സ്റ്റോണിന് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ആണെങ്കിൽ എത്രയാണ് വരിക? ഫോർ എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 5% ആയിരിക്കും വരിക. 5% എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇപ്പം നമ്മളടുത്ത് റിജക്റ്റ് ചെയ്യുന്ന കേസാണല്ലേ ചോദിച്ചിട്ടുള്ളത്. റിജക്റ്റ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ഗ്രേറ്റർ ദാൻ 10% ആണെങ്കിൽ, 10% കൂടുതലാണ് ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നതെങ്കിൽ അതിന് ആ ടൈപ്പ് സ്റ്റോണിന് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുള്ളത് ഓർത്ത് വെക്കുക. A stone is rejected if it is absorb water more than എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് എ 5%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 15%, ഓപ്ഷൻ ഡി 20% അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10%. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് ഈസ് അല്ലേ. അപ്പോൾ നമ്മൾ മേസൺറി ബ്രിക്കിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ഈ ഒരു ബ്രിക്കിൻ്റെ സെക്ഷനിൽ സ്റ്റാൻഡേർഡ് സൈസ് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ്, നോമിനൽ സൈസ് എന്നുള്ളതൊക്കെ ബ്രിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വായിക്കാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം അല്ലേ. ഓപ്ഷൻ എ വരുന്നത് 18 സെൻറ്റിമീറ്റർ ബൈ 8 സെൻറ്റിമീറ്റർ ബൈ 8 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി വരുന്നത് 19 സെൻറ്റിമീറ്റർ ബൈ 9 സെൻറ്റിമീറ്റർ ബൈ 9 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ സി വരുന്നത് 20 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ഡി വരുന്നത് 21 സെൻറ്റിമീറ്റർ ബൈ 11 സെൻറ്റിമീറ്റർ ബൈ 11 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് സൈസാണ്? സ്റ്റാൻഡേർഡ് സൈസ് ആണ് അല്ലേ. അപ്പം സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മോഡുലാർ ബ്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സൈസ് വരിക? 19 ബൈ 9 ബൈ 9 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇതാണ് നമ്മൾ മോഡുലാർ സൈസ് ഓഫ്, അല്ലെങ്കിൽ മോഡുലാർ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, 19 ബൈ 9 ബൈ 9 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമ്മളത് ചോദിച്ചിട്ടുള്ളത് നോമിനൽ സൈസ് ആണെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു മോട്ടാറിൻ്റെ തിക്നെസ്സും കൂടെ വരും അല്ലേ. അപ്പം ആ ഒരു തിക്നെസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 20 ബൈ 10 ബൈ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മളടുത്ത് മോഡുലാർ ബ്രിക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ കേസ് ചോദിച്ചിട്ടുള്ളത് ട്രഡീഷണൽ ബ്രിക്ക് ആണെങ്കിൽ, ട്രഡീഷണൽ ബ്രിക്ക് അല്ലെങ്കിൽ നോൺ മോഡുലാർ ബ്രിക്ക് അല്ലേ, അതിൻ്റെ സൈസ് വരുന്നത് എത്രയാണ്? സൈസ് വരുന്നത് 23 ബൈ 11.4 ബൈ 7.6 ആണ് കേട്ടോ. 7.6 ആണ്, 6 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്, അതും കൂടെ നോക്കി വെക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെതും സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്കും അതുപോലെ തന്നെ നോൺ മോഡുലാർ ബ്രിക്കിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാനുള്ളത്. ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 വരുന്നത് ദ ടേം ഫ്രോഗ് മീൻസ്. ഫ്രോഗ് എന്നുള്ള
ടേമിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആൻ apparatus to lift the stone. ഓപ്ഷൻ ബി ഓപ്ഷൻ ബി എ ഡിപ്രഷൻ ഓൺ ദ ഫേസ് ഓഫ് ബ്രിക്ക്. ഓപ്ഷൻ സി വെർട്ടിക്കൽ ജോയിന്റ് ഇൻ എ ബ്രിക്ക് വർക്ക്. ഓപ്ഷൻ ഡി സോക്കിംഗ് ബ്രിക്ക് ഇൻ വാട്ടർ അല്ലെ. അപ്പം എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. നമ്മുടെ അടുത്തോടെ ഫ്രോഗ് എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഫ്രോഗ് എന്ന് പറയുന്നത്? അപ്പം ആദ്യം ഫ്രോഗ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ആൻസറിലേക്ക് സിമ്പിളായിട്ട് എത്താൻ പറ്റും അല്ലേ. നമ്മൾ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്രിക്കിന്റെ ടോപ്പിൽ കൊടുക്കുന്ന ഒരു ഡിപ്രഷൻ ആണ് അല്ലേ. ഇപ്പോൾ ഒരു ബ്രിക്ക് ആണെങ്കിൽ ആ ബ്രിക്കിന്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡിപ്രഷനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്കിന്റെ ടോപ്പിൽ നമ്മളൊരു ഡിപ്രഷൻ കൊടുക്കും അല്ലേ. അപ്പം ആ ഒരു ഡിപ്രഷനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക. അപ്പോൾ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിപ്രഷൻ ഓർ പ്രൊജക്ഷൻ ഓൺ ദ ടോപ്പ് ഫേസ് ഓഫ് ദ ബ്രിക്ക് ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡെപ്ത് പറയുന്നത് 10 mm to 20 mm ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ സ്റ്റോക്ക് ബോർഡ് എന്താണ്, പാലറ്റ് ബോർഡ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നതാണ് നല്ലത്. അതൊക്കെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ദ ടേം ഫ്രോഗ് മീൻസ് ഇവിടെ ഇപ്പോൾ ഏതാണ് ആൻസർ വരിക? അപ്പം ഓപ്ഷൻസ് ഒന്നുകൂടെ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഫോംഡ് ഓൺ ദ ഫേസ് ഓഫ് ദ ബ്രിക്ക് ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നോക്കാനുള്ളത്. എന്താണ് വരുന്നത്? സൈസ് ഓഫ് മൗൾഡ് ഫോർ ബ്രിക്ക് ഈസ് ജനറലി കെപ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ബ്രിക്ക് ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതിനൊരു മൗൾഡ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു മൗൾഡിൻ്റെ സൈസ് എത്രയാണ് കീപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ എ ലിറ്റിൽ ലാർജർ ടു സ്പെസിഫൈഡ് സൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി വരുന്നത് എ ലിറ്റിൽ സ്മോളർ ടു സ്പെസിഫൈഡ് സൈസ് ആണ്. ഓപ്ഷൻ സി ഈക്വൽ ടു സ്പെസിഫൈഡ് സൈസ് ആണ്. ഓപ്ഷൻ ഡി 10% ലാർജർ ദാൻ സ്പെസിഫൈഡ് സൈസ് ആണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ബ്രിക്ക് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ ബ്രിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു ഈക്വൽ സൈസ് പറ്റില്ല. അപ്പം ഓപ്ഷൻ സി എന്തായാലും അല്ല എന്ന് മനസ്സിലായി. ഈക്വൽ സൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. അപ്പം ഈക്വൽ സൈസ് ഓപ്ഷൻ സി റോങ് ആണ്. പിന്നെ നമ്മൾ ബാക്കി 3 ഓപ്ഷൻസ് ആണ് അല്ലേ. അപ്പം ഇതിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 9 മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. എ ലിറ്റിൽ ലാർജർ ടു സ്പെസിഫൈഡ് സൈസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും സെയിം സൈസിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഇപ്പം വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു. ഇപ്പോൾ ബ്രിക്കിന്റെ സൈസ് പറഞ്ഞു 19/9 എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലേ. അപ്പം ഇതേ ഒരു സെയിം സൈസിലുള്ള മൗൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൽ നമ്മൾ ഇതിന്റെ മിക്സ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഇതിലും കുറഞ്ഞിട്ടുള്ള ഒരു സൈസ് ആയിരിക്കില്ലേ നമുക്ക് ബ്രിക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്തായാലും എടുക്കുന്ന സമയത്ത് ഇതിലും കുറച്ച് വലുപ്പം ഉള്ളത് വേണം എടുക്കാൻ. അപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് 8 to 12% ആക്ച്വൽ സൈസിനെക്കാട്ടും മോർ ദാൻ ഉള്ള മൗൾഡ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് നോക്കി വെക്കുക. അപ്പോൾ നമുക്കിവിടെ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എ ലിറ്റിൽ ലാർജർ ടു സ്പെസിഫൈഡ് സൈസ് എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷനിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം ചൂസ് ചെയ്യാൻ. ഇവിടെ 9th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. For 1 cubic meter of brick masonry, number of bricks required is അല്ലേ. അപ്പം 1 cubic meter of brick masonryയിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്ക് ആണ് വേണ്ടത്? ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം ആൻസർ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 400, ഓപ്ഷൻ ബി 425, ഓപ്ഷൻ സി 450, ഓപ്ഷൻ ഡി 500 അല്ലേ. ആൻസർ വരുന്നത് എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 10 ആണ് വരാന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് വരുന്നത്. എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ ബൈ വെയിറ്റ് മോർ ദാൻ അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് 24 hours വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം വാട്ടർ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ അല്ലേ. എത്രയാണ് വരുന്നത്? നമ്മൾ ബ്രിക്കിനകത്ത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 15%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 25% അല്ലേ. ആൻസർ ഏതായിരിക്കും വരിക? ഇവിടെ
ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. 20% ആണ് ആൻസർ വരുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആയതിനെ കൊണ്ടാണ് 20% വരുന്നത്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 22% ആയിരുന്നു അല്ലേ. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. 12 എന്താണ് വരുന്നത്? ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് എർത്ത്. ബ്രിക്ക് എർത്തിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രിക്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഏതാണ് വരുന്നത്? ഇവിടെ ഞാൻ ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ മഗ്നീഷ്യ, ഓപ്ഷൻ ബി ലൈം, ഓപ്ഷൻ സി സിലിക്ക, ഓപ്ഷൻ ഡി അലൂമിനിയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് വരുന്നത്? ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. അലൂമിനിയാണ് ആൻസർ വരുന്നത്. ഈ ഒരു സിമെന്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓഫ് എ ഗുഡ് ക്വാളിറ്റി സിമെന്റ് അല്ല, ബ്രിക്ക് എർത്തിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയാണ് വരിക. അതുപോലെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയായിരുന്നു ബ്രിക്കിൽ? സിലിക്ക ഉണ്ട്, അതുപോലെ തന്നെ ലൈം ഉണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ട്, മഗ്നീഷ്യ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ബ്രിക്കിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ. അതിൽ സിലിക്കയിൽ എന്താണ് പറയുന്നത്? സിലിക്കേൻ്റെ കണ്ടന്റ് ആണല്ലേ ഏറ്റവും കൂടുതലുള്ളത്. 50 to 60% വരെ നമുക്ക് ഈ ഒരു ബ്രിക്കിൽ സിലിക്കേൻ്റെ കണ്ടന്റ് കാണാൻ പറ്റും. ഇതൊരു മേജർ കണ്ടന്റ് ആണ് അല്ലേ. മേജർ കണ്ടന്റ് എന്നാണ് നമുക്ക് സിലിക്കേനെ പറയാൻ പറ്റുക. സിലിക്ക എന്തൊക്കെയായിരുന്നു പ്രിവെന്റ് ചെയ്യുന്നത്? ക്രാക്കിങ്ങും അതുപോലെ തന്നെ ഷ്രിങ്കേജ്, റാപ്പിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ സിലിക്ക. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് യൂണിഫോം ഷേപ്പ് എന്നുള്ളതും കൂടെ സിലിക്കേൻ്റെ കാര്യത്തിൽ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ അലൂമിനിയം അല്ലേ. അലൂമിനിയനെ കുറിച്ച് എന്താണ് നോക്കാനുള്ളത്? ചീഫ് ഓർ പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. ഇമ്പാക്റ്റ് പ്ലാസ്റ്റിസിറ്റി ആണല്ലേ അലൂമിനിയം നൽകുന്നത്. അതുപോലെ ബ്രിക്കിൽ അലൂമിനിയൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 20 to 30% ആണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് അതുപോലെ ബ്രിക്കിൽ കളർ കൊടുക്കേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അയൺ ഓക്സൈഡ് ആണ് അല്ലേ. 5 to 6% ആണ് നമ്മളതിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് നോക്കാനുള്ളത്. എ ബുൾനോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ അല്ലേ. ബുൾനോസ് ബ്രിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ റൗണ്ടിങ് ഓഫ് ഷാർപ്പ് കോർണേഴ്സ്, ഓപ്ഷൻ ബി പില്ലേഴ്സ് അല്ലേ, ഓപ്ഷൻ ബി പില്ലേഴ്സ്, ഓപ്ഷൻ സി ഡെക്കറേഷൻ പേർപ്പസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻ ഡി എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആർച്ചസ് ആണ് വരുന്നത്. അപ്പം ബുൾനോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എന്താണ്? ബുൾനോസ് ബ്രിക്ക് എന്തിനാണ് യൂസ് ചെയ്യാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. നമ്മൾ ആർച്ചസിന് വേണ്ടിയിട്ടാണ് ബുൾനോസ് ബ്രിക്ക് യൂസ് ചെയ്യാത്തത്. അപ്പം ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് ആൻസർ വരുന്നത് ഡി ആണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എങ്ങനെയാണ് ഈ ഒരു ബുൾനോസ് ബ്രിക്ക് ഉണ്ടാവുക? ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും അല്ലേ. ഇതേ രീതിയിൽ നമ്മളെ ബ്രിക്ക് ഇതേ രീതിയിലുള്ള ആ ഒരു ബ്രിക്കിനെയാണ് അല്ലേ നമ്മൾ ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മൾ ആ ഒരു ബുൾനോസ് ബ്രിക്കിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പം ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ അല്ലേ. അപ്പം അതാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരുപാട് ബ്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാനുണ്ട് അല്ലേ. ബേസ്ഡ് ഓൺ ഷേപ്പിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ ഒരു ബുൾനോസ് ബ്രിക്ക് വരുന്നത്. ബേസ്ഡ് ഓൺ ഷേപ്പിൽ വേറെ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്? കൗനോസ് ബ്രിക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാനൽ ബ്രിക്ക് വരുന്നുണ്ട്, കോപ്പിംഗ് ബ്രിക്ക് വരുന്നുണ്ട്, കേർവ്ഡ് സെക്ഷൻ ബ്രിക്ക് വരുന്നുണ്ട്, പേവിംഗ് ബ്രിക്ക് വരുന്നുണ്ട്, ഹോളോ ബ്രിക്ക് വരുന്നുണ്ട്, പെരിഫറേറ്റഡ് ബ്രിക്ക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സിലിണ്ടറിക്കൽ ഹോൾസ് ത്രൂ ദ തിക്നെസ് ആണ് ആ ഒരു പെരിഫറേറ്റഡ് ബ്രിക്ക് ഉണ്ടാവുക. അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കുക. അപ്പം ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അല്ലേ. ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് ഓരോ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ആർച്ചസ് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. 4th ക്ലാസ് ബ്രിക്സ് അല്ലേ. 4th ക്ലാസ് ബ്രിക്സ് ആർ എന്താണ്? ഓപ്ഷൻ എ അണ്ടർ ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ ബി ഓവർ ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ സി കുച്ച ബ്രിക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പം 4th ക്ലാസ് ബ്രിക്ക് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 4th ക്ലാസ് ബ്രിക്ക് വരുന്ന സമയത്ത് അതിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് നെയിംസ് അല്ലേ, ആൾട്ടർനേറ്റീവ് നെയിംസ് ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതാണ് നോക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ അണ്ടർ ബേൺഡ്, ഓപ്ഷൻ ബി ഓവർ ബേൺഡ്, ഓപ്ഷൻ സി
കുച്ച. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പം ഓപ്ഷൻ ഒന്നുകൂടെ വായിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ആൻസർ കിട്ടുന്നുണ്ടോ? നമ്മൾ 4th ക്ലാസ് ബ്രിക്കിനെ പറയുന്ന വേറൊരു പേരാണ് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓവർ ബേൺഡ് ബ്രിക്ക് ആണ് ആൻസർ വരിക. പിന്നെ ഈ ഒരു കുച്ച ബ്രിക്കൊക്കെ വരുന്നത് അണ്ടർ ബേൺഡ് ബ്രിക്കിലാണ് അല്ലേ. അപ്പം അണ്ടർ ബേൺഡ് ബ്രിക്കും കുച്ച ബ്രിക്കും ഒക്കെ സെയിം ആണ്. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് 4th ക്ലാസ് ബ്രിക്സ് ആർ ഓവർ ബേൺഡ് ബ്രിക്ക് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാമ ബ്രിക്ക് എന്നൊക്കെ ഇതിനെ പറയും അല്ലേ. അപ്പം ഓർത്ത് വെക്കുക. ഈ ഒരു 4th ക്ലാസ് ബ്രിക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? ഓവർ ബേൺഡ് ബ്രിക്ക് വിത്ത് ഇറഗുലർ ഷേപ്പ് ആൻഡ് ഡാർക്ക് കളറിലായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണ് വരുന്നത്? റിഫ്രാക്ടറി ബ്രിക്ക് റെസിസ്റ്റ് അല്ലെ. റിഫ്രാക്ടറി ബ്രിക്ക് എന്തിനാണ് റെസിസ്റ്റ് ചെയ്യുക? ഓപ്ഷൻ എ ഹൈ ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി വരുന്നത് കെമിക്കൽ ആക്ഷൻ ആണ്. ഓപ്ഷൻ സി വരുന്നത് ഡാംപ്നെസ് ആണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ അല്ലെ. ഇപ്പൊ റിഫ്രാക്ടറി ബ്രിക്കിൽ നമ്മുടെ ബ്രിക്കിൽ ഫയർ ബ്രിക്ക് അല്ലെങ്കിൽ റിഫ്രാക്ടറി ബ്രിക്ക് ഒക്കെ എന്തിനാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈ ടെമ്പറേച്ചർ ആണ് ഇത് റെസിസ്റ്റ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. അപ്പം ഫയർ ബ്രിക്ക് അല്ലെങ്കിൽ റിഫ്രാക്ടറി ബ്രിക്ക് എന്നൊക്കെ ഇതിനെ പറയും അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ടൈപ്പ് ഓഫ് ഫയർ ബ്രിക്ക് നോക്കി വെക്കുക. ഏതൊക്കെയാണ് വരുന്നത്? ആസിഡ് ബ്രിക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബേസിക് ബ്രിക്ക് വരുന്നുണ്ട്, ന്യൂട്രൽ ബ്രിക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അല്ലേ. അപ്പം അതൊക്കെ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. 16 എന്താണ് വരുന്നത്? പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോവിങ് ആണ്. ഓപ്ഷൻ എ ലൈം ഈസ് അവൈലബിൾ ഇൻ ഫ്രീ സ്റ്റേറ്റ്. ഓപ്ഷൻ ബി വരുന്നത് ലൈം ഈസ് അവൈലബിൾ ബൈ ഡിസോൾവിങ് കാൽസ്യം കാർബണേറ്റ്സ് ഇൻ വാട്ടർ. ഓപ്ഷൻ സി ലൈം ഈസ് അവൈലബിൾ ബൈ കാൽസിനിങ് കാൽസ്യം കാർബണേറ്റ്സ് അറ്റ് 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഓപ്ഷൻ ഡി ലൈം ഈസ് നത്തിങ് ബട്ട് കാൽസ്യം ക്ലോറൈഡ് അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? പിക്കപ്പ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ലൈമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ലൈം എങ്ങനെയാണ് ഫോം ആവുന്നത്, അല്ലെങ്കിൽ ലൈമിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലേ എങ്ങനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ലൈം ഈസ് അവൈലബിൾ ബൈ കാൽസിനിങ് കാൽസ്യം കാർബണേറ്റ്സ് അറ്റ് 900 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. എങ്കിൽ വേറൊരു രീതി പറയുകയാണെങ്കിൽ ലൈം ഈസ് എ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഹീറ്റിംഗ് ഓഫ് ലൈം സ്റ്റോൺ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആണ്. അപ്പം CaCO3 അല്ലേ, അതിൽ നമ്മൾ ഹീറ്റ് 900 to 1100 ഡിഗ്രി സെൽഷ്യസിൽ കൊടുത്തു കഴിഞ്ഞാൽ CaO+CO2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പം CaO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമാണ് അല്ലേ. അപ്പം ഓർത്ത് വെക്കുക. കാൽസിനേഷൻ എന്നാണല്ലോ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോവിങ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിൽ ആൻസർ വരുന്നത് ലൈം ഈസ് അവൈലബിൾ ബൈ കാൽസിനിങ് കാൽസ്യം കാർബണേറ്റ്സ് അറ്റ് 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ലൈമിൽ കുറേ ടെക്നിക്കൽ ടേംസ് നോക്കാനുണ്ട് അല്ലേ. അതിലൊന്നാണ് ഈ കാൽസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ്? സ്ലേക്കിംഗ് നോക്കാനുണ്ട്. സ്ലേക്കിംഗ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം ലൈം വാട്ടർ, ഹൈഡ്രോളിസിറ്റി, സെറ്റിംഗ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലൂടെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. The property by virtue of which lime sets under water is known as അല്ലേ. എന്താണ് ആ ഒരു പ്രോപ്പർട്ടീനെ പറയാം? അപ്പം ഇത് ഒരു ടെക്നിക്കൽ ടേംസിൽ വരുന്നതാണ് അല്ലേ. ഓപ്ഷൻ എ സ്ലേക്കിംഗ്, ഓപ്ഷൻ ബി സെറ്റിംഗ്, ഓപ്ഷൻ സി ഹൈഡ്രോളിസിറ്റി, ഓപ്ഷൻ ഡി കാൽസിനിങ് അല്ലേ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഹൈഡ്രോളിസിറ്റി ആണ് ആൻസർ വരുന്നത്. ദ പ്രോപ്പർട്ടി ബൈ വിർച്യൂ ബൈ ദ ലൈം സെറ്റ്സ് അണ്ടർ വാട്ടർ അല്ലേ. ലൈം സെറ്റ്സ് അണ്ടർ വാട്ടർ. ഓപ്ഷൻ സി ഹൈഡ്രോളിസിറ്റി ആണ് വരുന്നത്. ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സെറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പം
അതുപോലെ തന്നെ വേർ ദർ ഈസ് നോ എയർ സർക്കുലേഷൻ എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ വേർ ദർ ഈസ് നോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ അല്ലേ. അപ്പം എന്താണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സെറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ വേർ ദർ ഈസ് നോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17 അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോവിങ്. അപ്പം ഓരോ പോയിന്റ്സ് വായിക്കാം. ഓപ്ഷൻ എ ക്യുക്ക് ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ബേണിംഗ് ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ അല്ലേ. ഓപ്ഷൻ ബി ഹൈഡ്രോളിക് ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് ലൈംസ്റ്റോൺ കണ്ടെയ്നിങ് ക്ലേ 5 to 30%. ഓപ്ഷൻ സി പുവർ ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് ലൈംസ്റ്റോൺ കണ്ടെയ്നിങ് ഇംപ്യൂരിറ്റീസ് മോർ ദാൻ 5%. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് അല്ലേ. അപ്പോൾ നമുക്ക് ലൈമ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമിൽ വരുന്നതാണ് അല്ലേ ഹൈഡ്രോളിക് ലൈമ്, ഫാറ്റ് ലൈമ്, പുവർ ലൈം എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൽ ഇവിടെ ഏതാണ് കറക്റ്റ് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 18 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നോക്കി വെക്കുക. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ. ഓരോ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ക്യുക്ക് ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ അല്ലേ. അപ്പം അത് കറക്റ്റ് ആണ്. പിന്നെ സെക്കൻഡ് വരുന്നത് ഹൈഡ്രോളിക് ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് ലൈംസ്റ്റോൺ കണ്ടെയ്നിങ് 5 to 30% അല്ലേ. അപ്പോൾ ഹൈഡ്രോളിക് ലൈമിൻ്റെത് 5 to 30% ആണ് വരുന്നത്. അതിൽ തന്നെ ഫീബ്ലി ഹൈഡ്രോളിക്, മോഡറേറ്റ്ലി ഹൈഡ്രോളിക്, എമിനൻ്റ്ലി ഹൈഡ്രോളിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതെന്തൊക്കെയാണ് നോക്കുക. പിന്നെ തേർഡ് പോയിന്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? പുവർ ലൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ബേണിംഗ് ലൈംസ്റ്റോൺ കണ്ടെയ്നിങ് ഇംപ്യൂരിറ്റീസ് മോർ ദാൻ 5% അല്ലേ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19 ദ കോമൺലി യൂസ്ഡ് ലൈം ഇൻ വൈറ്റ് വാഷിംഗ് അല്ലേ. നമ്മൾ കോമൺലി വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈം ഏതാണ്? ഓപ്ഷൻ എ വൈറ്റ് ലൈം, ഓപ്ഷൻ ബി ഫാറ്റ് ലൈം, ഓപ്ഷൻ സി ഹൈഡ്രോളിക് ലൈം, ഓപ്ഷൻ ഡി ലൈം അല്ലേ. ഏതാണ് നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, വൈറ്റ് ലൈമാണ്. സോറി, നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ലൈമാണ്? ഓപ്ഷൻ എ വൈറ്റ് ലൈമാണ് അല്ലേ വരുന്നത്. അപ്പം ഏതാണ് നമ്മൾ ഇവിടെ ആൻസറിലൊരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ഓപ്ഷനും കണ്ടപ്പം ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ കോമൺലി യൂസ്ഡ് ലൈം ഇൻ വൈറ്റ് വാഷിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈം ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഫാറ്റ് ലൈം നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ തന്നെ പ്യുവർ ലൈം യൂസ് ചെയ്യും, റിച്ച് ലൈം, ഹൈ കാൽസ്യം ലൈം, വൈറ്റ് ലൈം, ഇതൊക്കെ നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈമാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എ വൈറ്റ് ലൈമും ഉണ്ട്, ഓപ്ഷൻ ബി ഫാറ്റ് ലൈമും ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടും തന്നെ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അത് നോക്കി വെക്കുക. ഓപ്ഷൻ എയും ബിയും പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല അല്ലേ. അപ്പം ഇത് രണ്ടും കറക്റ്റ് ആയിട്ടാണ് വരിക. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് ഡൗട്ട് അടിക്കണ്ട. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ ലൈം ഉണ്ടല്ലോ ഏതൊക്കെയാണ് വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഓപ്ഷനിൽ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഇതുപോലെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലേ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലേ എന്താണ് കറക്റ്റ് വരിക എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കാൽസിനിങ് അല്ലേ. പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കാൽസിനിങ് എന്താണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി ജിപ്സം, ഓപ്ഷൻ സി കങ്കർ, ഓപ്ഷൻ ഡി ലൈം സ്റ്റോൺ അല്ലേ. പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കാൽസിനിങ് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജിപ്സം ആണ് ആൻസർ വരിക. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഫോർ ദ മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമന്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ആർ അല്ലേ. ഏതാണ് പ്രൊപ്പോർഷൻസ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ലൈം 63%, സിലിക്ക 22%, അതർ ഇൻഗ്രീഡിയൻസ് 15%, ഓപ്ഷൻ ബി സിലിക്ക 22%,
lime 60%, other ingredients 18%. Option C, silica 40%, lime 40%, other ingredients 20%. Option D, silica 70%, lime 20%, other ingredients 10%. അല്ലേ? അപ്പം മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ പ്രൊപ്പോർഷൻസ് ഓഫ് റോ മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമുക്കൊരു സിമെൻറ്റ് ഫോം ആവുന്നത്, അത് ആ ഒരു പെർസെൻറ്റേജും കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ. അപ്പം കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ് ഏതൊക്കെയാണ്? ലൈമ് വരുന്നുണ്ട്, സിലിക്ക വരുന്നുണ്ട്, അലൂമിന വരുന്നുണ്ട്, പിന്നെ കാൽസ്യം സൾഫേറ്റ് വരുന്നുണ്ട്, അയൺ ഓക്സൈഡ് വരുന്നുണ്ട്, മഗ്നീഷ്യ വരുന്നുണ്ട്, സൾഫർ വരുന്നുണ്ട്, ആൽക്കലി വരുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്, ഇമ്പാക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈം അല്ലേ, ലൈം CaO അല്ലേ. അപ്പം ലൈമിൻ്റെത് പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? 62 to 67% ആണ് അല്ലേ. ഒരു സിംഗിൾ പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ 62% എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. പിന്നെ സിലിക്ക അല്ലേ, സിലിക്ക ചോദിക്കുകയാണെങ്കിലോ, സിലിക്ക എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത് സിമെൻറ്റിൽ? 17 to 25% ആണ്. സിംഗിൾ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ 22 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ അലൂമിനിയം ആണെങ്കിൽ 3 to 8% ആണ്. സിംഗിൾ വാല്യൂ ആണെങ്കിൽ 5% എടുത്താൽ മതി. കാൽസ്യം സൾഫേറ്റ് 3 to 4% ആണ്. സിംഗിൾ വാല്യൂ 4% എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. പിന്നെ അയൺ ഓക്സൈഡ് അല്ലേ, അയൺ ഓക്സൈഡ് ആണല്ലേ നമുക്ക് ഇതിന് കളർ കൊടുക്കുന്നതൊക്കെ. അപ്പം ആ ഒരു അയൺ ഓക്സൈഡ് 3 to 4% തന്നെയാണ്. സിംഗിൾ വാല്യൂ 3% എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക അല്ലേ. മനസ്സിലേക്കാവുന്ന ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുത്ത് നോക്കുക, വാല്യൂസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ലൈം 63%, സിലിക്ക 22%, അതർ ഇൻഗ്രീഡിയൻസ് 15% എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ നമുക്ക് ലൈമും സിലിക്ക അറിഞ്ഞു കഴിഞ്ഞാൽ അതർ ഇൻഗ്രീഡിയൻസ് ബാക്കി നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഓപ്ഷനിൽ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് ലൈമിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസിലെ, ലൈം എന്തിനാണ് നമ്മൾ ഈ ഒരു സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്? പ്രൊവൈഡ് ബൈൻഡിങ് സ്ട്രെങ്ത് ടു സിമെൻ്റ് ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ സിലിക്ക ആണെങ്കിലോ, ഈ സിലിക്ക ആണെങ്കിലും ഇമ്പാക്റ്റ് സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ് വരിക? ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് കണ്ടെയ്ൻസ് ഹൈ പെർസെൻറ്റേജ് ഓഫ് അല്ലേ. ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെൻറ്റിൽ എന്താണ് ഹൈ പെർസെൻറ്റേജിൽ ഉണ്ടാവുക? അപ്പോൾ നമുക്ക് ഇത് ബോഗ് കോമ്പൗണ്ട്സിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരുപാട് ബോഗ് കോമ്പൗണ്ട്സ് നമുക്ക് സിമെൻറ്റിൽ വരുന്നുണ്ട്. അപ്പം ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ ബി ഡൈ കാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ സി ട്രൈ കാൽസ്യം അലൂമിനേറ്റ്, ഓപ്ഷൻ ഡി ടെട്രാ കാൽസ്യം അലൂമിനോ ഫെറേറ്റ് അല്ലേ. അപ്പം ഏതൊക്കെയാണ് നമ്മളെ ബോഗ് കോമ്പൗണ്ട്സ് വരുന്നത്? ബോഗ് കോമ്പൗണ്ട്സ് ആണല്ലേ ഇതൊക്കെ തന്നെ. ടെട്രാ കാൽസ്യം അലൂമിനോ ഫെറേറ്റ്, അതുപോലെ തന്നെ ട്രൈ കാൽസ്യം അലൂമിനേറ്റ്, ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, ഡൈ കാൽസ്യം സിലിക്കേറ്റ്, ഇതൊക്കെ നമ്മൾ ബോഗ് കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ, അത് എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെൻറ്റ് അല്ലേ. ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെൻറ്റിൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള സാധനം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഞാൻ ഇതിൽ ഓരോന്നിൻ്റെതും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഞാനിത് പോയിന്റ്സ് വായിക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ഏരിയയിലൂടെ കടന്നു പോവാം. അതൊരു റിവിഷൻ പോലെ ആയതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ടെട്രാ കാൽസ്യം അലൂമിനോ ഫെറൈറ്റ് അല്ലേ, അതെന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു സിമെന്റിൽ റിയാക്റ്റഡ് 24 hours തന്നെ അത് റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഈ ഒരു ടെട്രാ കാൽസ്യം അലൂമിനോ ഫെറൈറ്റ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഫിലൈറ്റ് എന്നും കൂടെ പറയും. ആ ഒരു പേരും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ട്രൈ കാൽസ്യം അലൂമിനേറ്റ് അല്ലേ, ട്രൈ കാൽസ്യം അലൂമിനേറ്റ് സിലൈറ്റ് എന്ന് അതിനെ നമ്മൾ പറയും. അതെന്താണ്? ഇതുപോലെ തന്നെ റിയാക്ട് വിത്തിൻ 24 hours ആണ്.
അപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആണ് അല്ലെ ഏർലിയസ്റ്റ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഏർലി സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആണ്. പിന്നെ ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആണെങ്കിൽ ഏർലിയസ്റ്റ് സ്ട്രെങ്ത് ആണ് അല്ലെ. ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആണെങ്കിൽ ഏർലിയസ്റ്റ് സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത് ഈ ഒരു സിമെന്റിന് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഡൈ കാൽസ്യം സിലിക്കേറ്റ് ആണെങ്കിൽ അതൊരു പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആണല്ലേ കൊടുക്കുന്നത്. അപ്പം ഓർത്ത് വെക്കുക. ഇതിന്റെ ഇതേ വാല്യൂസിന്റെ ഒക്കെ ഹൈഡ്രേഷൻ റിയാക്ഷനും അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും കോമ്പോസിഷൻസും ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പം ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം അല്ലെ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെന്റ് അല്ലെ. ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെന്റിൽ എന്തായിരിക്കും ഉണ്ടാവുക? ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആയിരിക്കും അല്ലെ. ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ഏർലിയസ്റ്റ് സ്ട്രെങ്ത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 500 ആണ് അല്ലെ പറഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. ദ കോമ്പൗണ്ട്സ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് വിച്ച് റിയാക്ട്സ് ഇമ്മീഡിയറ്റ്ലി വിത്ത് വാട്ടർ ആൻഡ് ഓൾസോ സെറ്റ്സ് ഫസ്റ്റ് ഈസ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സെയിം കാര്യത്തിൽ നിന്നുള്ളൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ ബി ഡൈ കാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ സി ട്രൈ കാൽസ്യം അലൂമിനേറ്റ്, ഓപ്ഷൻ ഡി ടെട്രാ കാൽസ്യം അലൂമിനോഫെറേറ്റ് അല്ലെ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ വരുന്നത്? റിയാക്ട്സ് ഇമ്മീഡിയറ്റ്ലി അല്ലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സിമെന്റ് വിച്ച് റിയാക്ട്സ് ഇമ്മീഡിയറ്റ്ലി വിത്ത് വാട്ടർ ആൻഡ് ഓൾസോ സെറ്റ് ഫസ്റ്റ് അല്ലെ. അപ്പം ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ വരുന്നത് ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആണ് അല്ലെ. ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർലിയസ്റ്റ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. അപ്പം ഏർലിയസ്റ്റ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ റിയാക്ട്സ് ഇമ്മീഡിയറ്റ്ലി വിത്ത് വാട്ടർ ആൻഡ് ഓൾസോ സെറ്റ് ഫസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ട്രൈ കാൽസ്യം അലൂമിനേറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. പോർട്ട്ലാൻഡ് സിമെന്റ് മാനുഫാക്ചർഡ് ഫ്രം പ്യുവർ വൈറ്റ് ചോക്ക്. ഇവിടെ കെ ആണ് വരുന്നത്, ചോക്കാണ് വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. പോർട്ട്ലാൻഡ് സിമെന്റ് മാനുഫാക്ചർഡ് ഫ്രം ദ പ്യുവർ വൈറ്റ് ചോക്കാണ്. അതുപോലെ തന്നെ ആൻഡ് ക്ലേ ബട്ട് ഫ്രീ ഫ്രം അയേൺ ഓക്സൈഡ് അല്ലെ. അയേൺ ഓക്സൈഡ് എന്താണ് നമ്മൾ സിമെന്റിൽ കൊടുക്കുന്നത്? കളർ കൊടുക്കേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് അല്ലെ. അപ്പം അത് ഇത് ഇല്ലാണ്ട് അല്ലെ, ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിമെന്റിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ക്യൂക്ക് സെറ്റിംഗ് സിമെന്റ്, ഓപ്ഷൻ ബി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, ഓപ്ഷൻ സി വൈറ്റ് സിമെന്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ അല്ലെ. അപ്പം ഏതാണ് വരുന്നത് ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ വരുന്നത് ഏതാണ്? നിങ്ങൾ സിമെന്റിൽ ഓരോ സിമെന്റും എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിന്റെ IS കോഡും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം അത് നോക്കുക. ഏതൊക്കെയാണ് സിമെന്റ് വരുന്നത്? ഹൈ അലൂമിന സിമെന്റ് വരുന്നുണ്ട്, പോസലാന സിമെന്റ് വരുന്നുണ്ട്, ലോ ഹീറ്റ് സിമെന്റ് വരുന്നുണ്ട്, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് വരുന്നുണ്ട്, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് വരുന്നുണ്ട്. അപ്പം അതിലുള്ള ഓരോ കണ്ടന്റ് നമ്മളിപ്പോൾ ഒരു ബോഗ് കോമ്പൗണ്ട്സ് പറഞ്ഞില്ലേ, അതിലുള്ള ആ ഒരു കണ്ടന്റ് ഒക്കെ ഇതിൽ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ IS കോഡ് നോക്കി വെക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി വൈറ്റ് സിമെന്റ് ആണ് അല്ലെ. അയേൺ ഓക്സൈഡ് ഫ്രീ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലെ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ വരുന്നത് ഓപ്ഷൻ സി വൈറ്റ് സിമെന്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. If P is the percentage of water required for normal consistency, water to be added for determining of initial setting time അല്ലേ. അപ്പം സിമെന്റിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈമും ഒക്കെ നോക്കാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പം നമ്മളിത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ് അല്ലെ. വാട്ടർ കണ്ടന്റിന്റെ ആ ഒരു പെർസെൻറ്റേജ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിന്റെ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത് P ആണ് തന്നിട്ടുള്ളതെങ്കിലും, അല്ലെങ്കിൽ P is the percentage of water required for normal consistency അല്ലേ. അപ്പോൾ അതാണ് കൺസിസ്റ്റൻസി ലിമിറ്റ് P എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ ടു ബി ആഡഡ് ഫോർ ഡിറ്റർമിനിങ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടർ എത്രയാണ്? ഓപ്ഷൻസ് വായിക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ഓപ്ഷൻ എ 0.70 P, ഓപ്ഷൻ ബി 0.75 P, ഓപ്ഷൻ സി 0.80 P, ഓപ്ഷൻ ഡി 0.85 P അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 25 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതിൽ ഒരു ഡൗട്ട് ഉണ്ടാവാൻ മീൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും അല്ലേ. ആ ഒരു വാല്യൂ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. 0.85 P ആണ് ആൻസർ വരുന്നത്.
പി എന്താണ്? കൺസിസ്റ്റൻസി ലിമിറ്റ് ആണ് അല്ലേ. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നമ്മൾ കാണുന്നത് ഒരു നീഡിൽ ഉണ്ടാവും. ആ ഒരു നീഡിൽ ക്വിക്കായിട്ട് റിലീസ് ആവും. എന്നിട്ട് ആ ഒരു നീഡിൽ പെനിട്രേറ്റ് ചെയ്യുന്നത് വാല്യൂസ് ഒക്കെ നോക്കിയിട്ട് അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഒക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓരോ സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിൻ്റെതാണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആയിരിക്കും അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഫൈനൽ സെറ്റിംഗ് ടൈം ആണെങ്കിൽ 10 hours ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരുവിധ ആൾക്കാർക്ക് അറിയുന്ന വേറൊരു വാല്യൂ ആയിരിക്കും ക്വിക്ക് സെറ്റിംഗ് സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് വാല്യൂ അല്ലെങ്കിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത് 5 മിനിറ്റ്സ് ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം വരുന്നത് 30 മിനിറ്റ്സ് ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് അല്ലേ. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന് എത്രയാണ് വരുന്നത്? സെയിം ആസ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണ് അല്ലേ. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത് നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം വരുന്നത് 10 hours ആണ്. പിന്നെ നമുക്ക് ഇതിൽ വേറൊരു കാര്യം നോക്കാനുള്ളത് ലോ ഹീറ്റ് സിമെന്റ് അല്ലേ. ലോ ഹീറ്റ് സിമെന്റ് ആണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത് 1 hour ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം വരുന്നത് 10 hour ആണ്. നോക്കി വെക്കുക ബാക്കിയുള്ളതും കൂടെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 25 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. 25 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? സൗണ്ട്നെസ് ഓഫ് ദ സിമെന്റ് ഈസ് ടെസ്റ്റഡ് ബൈ. സൗണ്ട്നെസ് നമ്മൾ സിമെന്റിൽ എന്ത് കണ്ടിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഏത് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വിക്കറ്റ് അപ്പാരറ്റസ്, ഓപ്ഷൻ ബി ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ്, ഓപ്ഷൻ സി കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിംഗ് അപ്പാരറ്റസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. സൗണ്ട്നെസ് ഓഫ് സിമെന്റ് എന്ത് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട്നെസ് ഓഫ് സിമെന്റ് ടെസ്റ്റ് ചെയ്യുന്നത് ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സൗണ്ട്നെസ് അല്ലെങ്കിൽ സൗണ്ട്നെസ് ഓഫ് ദ സിമെന്റ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? ഡിറ്റക്ട് ചെയ്യുന്നത് ദ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ഇൻ സിമെന്റ് ആണ് അല്ലേ. അപ്പം അത് കണ്ടുപിടിക്കേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഓർത്ത് വെക്കുക. അപ്പം ബാക്കിയുള്ള വിക്കറ്റ് അപ്പാരറ്റസ് എന്തിൻ്റെതാണ് എന്നുള്ളതൊക്കെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ മൈൻഡിലേക്ക് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കാം. ഗുഡ് ക്വാളിറ്റി സാൻഡ് ഈസ് നെവർ ഒബ്റ്റൈൻഡ് ഫ്രം അല്ലേ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ റിവർ, ഓപ്ഷൻ ബി നള, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഗ്രാവൽ പൗഡർ അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഗുഡ് ക്വാളിറ്റി സാൻഡ് ഈസ് നെവർ ഒബ്റ്റൈൻഡ് ഫ്രം എവിടെ നിന്നാണ് ഒബ്റ്റൈൻ ചെയ്യാത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. സീ വാട്ടേഴ്സ് നമ്മൾ ഗുഡ് ക്വാളിറ്റി സാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. സ്ലംബ് ടെസ്റ്റ് ഫോർ കോൺക്രീറ്റ് ഈസ് കാരിഡ് ഔട്ട് ടു ഡിറ്റർമിൻ. സ്ലംബ് ടെസ്റ്റ് എന്ത് ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഡ്യൂറബിലിറ്റി, ഓപ്ഷൻ സി വർക്കബിലിറ്റി, ഓപ്ഷൻ ഡി വാട്ടർ കണ്ടന്റ് അല്ലേ. സ്ലംബ് ടെസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടിയിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വർക്കബിലിറ്റി കണ്ടുപിടിക്കേണ്ടിയിട്ടാണല്ലേ നമ്മൾ സ്ലംബ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കാം. 29 എന്താണ് വരുന്നത്? ബാഡ്ലി മിക്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റിസൾട്ട്സ് ഇൻ ഓപ്ഷൻ എ സെഗ്രിഗേഷൻ, ഓപ്ഷൻ ബി ബ്ലീഡിംഗ്, ഓപ്ഷൻ സി ഹണി കോമ്പിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 29 ആൻസർ വരുന്നത് എന്താണ്? എ ബാഡ്ലി മിക്സ്ഡ് സിമെന്റ് അല്ലേ. എ ബാഡ്ലി മിക്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റിസൾട്ട്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഹണി കോമ്പിംഗ് ആണ് അല്ലേ ആൻസർ വരിക. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 29 ആൻസർ വരുന്നത് ഹണി കോമ്പിംഗ് ആണ്. പിന്നെ എന്താണ് സെഗ്രിഗേഷൻ, എന്താണ് ബ്ലീഡിംഗ് എന്നൊക്കെ നോക്കി വെക്കുക. അതിലേക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. ഫോർ എ 50 kilogram സിമെന്റ് ബാഗ് വാട്ടർ റിക്വയർഡ് ഈസ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 16.5 liters, ഓപ്ഷൻ ബി 18.5 liters, ഓപ്ഷൻ സി 20.5 liters, ഓപ്ഷൻ ഡി 22.5 liters അല്ലേ. ആൻസർ വരുന്നത് എന്താണ് 30ൻ്റെത്?
ഓപ്ഷൻ ഡി ആണ് അല്ലേ. 22.5 ലിറ്റേഴ്സ് ആണല്ലേ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. അപ്പം 50 കിലോഗ്രാം സിമെന്റ് അല്ലേ, 1 ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നതാണ് അല്ലേ 50 കിലോഗ്രാം നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ നോക്കാനുള്ളത് വോളിയം ഓഫ് 1 ബാഗ് സിമെന്റ് അല്ലേ. വോളിയം ഓഫ് 1 ബാഗ് സിമെന്റ് എത്രയാണ്? 0.035 മീറ്റർ ക്യൂബ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1414 ആണ് അല്ലെ, 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇന്നർ പാർട്ട് ഓഫ് ടിമ്പർ ലോഗ്സ് സറൗണ്ടിങ് ദ പിത്ത് ഈസ് കോൾഡ് അല്ലെ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സാപ്വുഡ്, ഓപ്ഷൻ ബി ഗാംബിയം ലെയർ, ഓപ്ഷൻ സി ഹേർട്ട്വുഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? ഇന്നർ പാർട്ട് ഓഫ് ടിമ്പർ ലോഗ് സറൗണ്ടിങ് ദ പിത്ത് അല്ലെ. അപ്പം നമ്മൾ ടിമ്പറിന്റെ പോർഷനിൽ ഏറ്റവും സെൻട്രലിൽ വരുന്നതിനാണല്ലേ നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. അപ്പം സെൻട്രലിൽ വരുന്നതിന് നമ്മൾ പിത്ത് എന്ന് പറയും. പിന്നെ അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നതിന് നമ്മൾ എന്താണ് പറയുക? ഹേർട്ട്വുഡ് ആണ് അല്ലേ. പിത്ത്, ഹേർട്ട്വുഡ്, പിന്നെ അതുപോലെ തന്നെ സാപ്വുഡ്, കാമ്പിയം ലെയർ, പിന്നെ അതുപോലെ തന്നെ ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്, പിന്നെ അതിനെ കണക്ട് ചെയ്യുന്ന മെഡുലറി ലെയേഴ്സ് അല്ലേ, മെഡുലറി റേസ് അല്ലേ. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടിമ്പറിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക അല്ലേ. അപ്പം നോക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മളിത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്നർ പാർട്ട് ഓഫ് ദ ടിമ്പർ ലോഗ് സറൗണ്ടിങ് ദ പിത്ത് ആണ് അല്ലെ. പിത്തിനെ സറൗണ്ട് ചെയ്യുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 31 ഓപ്ഷൻ സി ആണ് അല്ലെ, ഹേർട്ട്വുഡ് ആണ്. ഹേർട്ട്വുഡിന്റെ തന്നെ വേറൊരു പേര് വരുന്നുണ്ടല്ലോ, ഏതാണെന്ന് അറിയോ? ഹേർട്ട്വുഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഹേർട്ട്വുഡ് ആണ്. ഹേർട്ട്വുഡിന്റെ തന്നെ വേറൊരു പേരാണ് ട്രൂ വുഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം നോക്കി വെക്കുക. ഹേർട്ട്വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടിങ് പിത്ത് ആണ് അല്ലെ. ഇതൊരു ഡാർക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ഡെഡ് പോർഷൻ ഓഫ് ട്രീ ആണ് കേട്ടോ. ഡെഡ് പോർഷൻ ഓഫ് ട്രീ ആണ് നമ്മൾ ഈ ഒരു ഹേർട്ട്വുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്ട് റിജിഡിറ്റി ആണ് ഈ ഒരു ഹേർട്ട്വുഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളതും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് അല്ലേ, നമ്മൾ ഏജ് ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ട് ഏതാണ് നോക്കുന്നത്? ആനുവൽ റിംഗ്സിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. ഏജ് ഓഫ് ട്രീ മേ ബി അസർട്ടൈൻഡ് ബൈ അല്ലേ, നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻസ് എ നോക്കാം. ഓപ്ഷൻ എ റേഡിയസ് ഓഫ് ഇറ്റ്സ് സ്റ്റെം, ഓപ്ഷൻ ബി circumferences of its stem, ഓപ്ഷൻ സി നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഓപ്ഷൻ ഡി നമ്പർ ഓഫ് ആനുവൽ റിംഗ്സ് അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 32 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്പർ ഓഫ് ആനുവൽ റിംഗ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഏജ് ഓഫ് ദ ട്രീ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33 ആണ്. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോവിങ് മെത്തേഡ് ഓഫ് സോവിങ് ടിമ്പർ അല്ലെ. അപ്പൊ നമ്മൾ ടിമ്പറിനെ സോ ചെയ്യുന്നതിന് വെച്ചിട്ടുള്ള താഴെ തന്നിരിക്കുന്ന സോ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ട, നമ്മൾ ടിമ്പറിനെ സോ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു കൺവേർഷൻ ഓഫ് ടിമ്പറിന്റെ പോർഷനിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓപ്ഷൻസ് ഞാൻ വായിക്കാം, ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ ടാൻജൻഷ്യലി ടു ആനുവൽ റിംഗ്സ് ഈസ് നോൺ ആസ് ടാൻജൻഷ്യൽ മെത്തേഡ്. ഓപ്ഷൻ ബി ഇൻ 4 quadrants such that each board cuts annual rings at an angle not less than 45 degree ആണ് കേട്ടോ. 45 degree is known as quarter sawing method. Option C cut out of quarter logs parallel to the medullary rays and perpendicular to the annual rings is known as radial sawing. Option D all of the above അല്ലെ. തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ടാൻജൻഷ്യൽ മെത്തേഡ് അല്ലെ. ടാൻജൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളിപ്പം ഇതാണ് നമ്മളെ ഈ ഒരു ട്രീ എങ്കിൽ ആ ഒരു ട്രീനെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക? ഇതുപോലെ ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യും അല്ലേ. അപ്പം അവിടെ ഇതേ രീതിയിൽ അപ്പം ടാൻജൻഷ്യലി ടു ദ ആനുവൽ റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ടാൻജൻഷ്യൽ മെത്തേഡ്. അപ്പം ഫസ്റ്റ് മെത്തേഡ് കറക്റ്റ് ആണ് അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം അല്ലേ. സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്?
in 4 quadrants such that each boards cut annual rings at an angle not less than 45 degrees is known as quarter sawing method അല്ലേ. quarter sawing methodൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? അപ്പം ഇതാണ് നമ്മുടെ ടിമ്പറെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതേ രീതിയിലായിരിക്കും അല്ലേ. ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ക്വാർട്ടർ സോയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ് അല്ലേ. സെക്കൻഡ് ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡ് ഓപ്ഷൻ നമ്മളടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? cut out of quarter logs parallel to the medullary rays and perpendicular to the annual rings is known as radial sawing അല്ലേ. അപ്പം റേഡിയൽ സോയിങ്ങിൽ ഇപ്പം ഇതാണ് നമ്മളെ ടിമ്പറെങ്കിൽ റേഡിയൽ സോയിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക? റേഡിയൽ സോയിങ്ങിൽ കട്ട് ചെയ്യുന്നത് ഇതേ രീതിയിലാണ് അല്ലേ. ഇതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇത് പറയുന്നത്? ഇവിടെ കട്ട് ക്വാർട്ടർ പാരലൽ ടു ദ മെഡുലറി റേസ് ആണ്, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ടു ദ ആനുവൽ റിങ്സ് ആണ് അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് 3 ഓപ്ഷൻ എ ബി സി കറക്റ്റ് ആയിട്ടാണല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 33 കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ട്രീനെ കട്ട് ചെയ്യുന്ന ആ ഒരു കൺവേർഷൻ മെത്തേഡിൽ ഓർഡിനറി സോയിങ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാർട്ടർ സോയിങ് ഉണ്ട്, ടാൻജൻഷ്യൽ സോയിങ് ഉണ്ട്, റേഡിയൽ സോയിങ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ്? പിന്നെ ഇതിൽ കുറേ ആൾട്ടർനേറ്റീവ് നെയിംസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഓർഡിനറി സോയിങ്ങിൻ്റെതാണെങ്കിൽ ഫ്ലാറ്റ് ഓർ സ്ലാബ് സോയിങ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തായാലും നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ് വരുന്നത്. സീസണിങ് ഓഫ് എ ടിമ്പർ ഈസ് എസെൻഷ്യൽ ടു റിമൂവ്. സീസണിങ് എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നോട്ട്സ് ഫ്രം ടിമ്പർ, ഓപ്ഷൻ ബി സാപ്പ് ഫ്രം ടിമ്പർ, ഓപ്ഷൻ സി ട്വിസ്റ്റഡ് ഫ്രം ഫൈബർ ഫ്രം ടിമ്പർ, ഓപ്ഷൻ ഡി റഫ്നെസ് ഓഫ് ടിമ്പർ അല്ലേ. അപ്പം എന്ത് റിമൂവ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ സീസണിങ് ചെയ്യുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 34 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. റിമൂവൽ ഓഫ് സാപ്പ് ആണ് അല്ലേ. സീസണിങ് ഓഫ് ടിമ്പർ ഈസ് എസെൻഷ്യൽ ടു റിമൂവ് സാപ്പ് ആണ് വരുന്നത്. നോക്കി വെക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്യൂ ടു അറ്റാക്ക് ഓഫ് ഡ്രൈ റോഡ് ദ ടിമ്പർ അല്ലേ. ടിമ്പറിന് എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ ക്രാക്സ്, ഓപ്ഷൻ ബി ഷ്രിങ്സ്, ഓപ്ഷൻ സി റെഡ്യൂസ് ടു പൗഡർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പൊ ഡ്രൈ റോട്ട് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഡിഫക്റ്റ് കാരണം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡ്രൈ റോട്ട് എന്ന് പറയുന്നത് എന്ത് കാരണം ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ്? നമുക്ക് ഈ ഒരു ടിമ്പറിൽ ഒരുപാട് ഡിഫക്ട്സ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അതിൽ ഫംഗസ് കാരണം ഉണ്ടാവുന്ന ഡിഫക്ട്സിൽ വരുന്നതാണല്ലേ ഈ ഒരു ഡ്രൈ റോട്ട്, അതുപോലെ തന്നെ വെറ്റ് റോട്ട്, ബ്ലൂ സ്റ്റെയിൻ, സാപ്പ് സ്റ്റെയിൻ ഒക്കെ വരുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഡ്രൈ റോട്ട് ആണ്. ഡ്രൈ റോട്ടിന് എന്താണ് സംഭവിക്കുക? ഈ ഒരു ഫംഗസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ റോട്ട് ഒരു പൗഡർ ഫോമിലേക്ക് മാറുകയാണല്ലേ ചെയ്യുക. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 35 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. റെഡ്യൂസ്ഡ് ടു പൗഡർ ഫോം ആണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ 15 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഓരോ പോയിന്റ്സും മൈൻഡിലേക്ക് ഓർമ്മ വരണം. എന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പഠിക്കുക, കൂടുതൽ പ്രാവശ്യം റിവൈസ് ചെയ്യുക, ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇപ്പം നമുക്ക് ഒരുപാട് ടൈം നമ്മുടെ മുന്നിലുണ്ട്. ആ ടൈം കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എത്താൻ പറ്റും അല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ടൈം ടേബിൾ വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിളിനൊരു മോഡലാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് മാക്സിമം പോർഷൻസ് നന്നായിട്ട് പഠിച്ച് തന്നെ കവർ ചെയ്യുന്ന രീതിയിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഡെയിലി നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നല്ലോണം പഠിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ. എക്സാമിന് ടൈം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡിലേ ആക്കി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഫുള്ള് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതുവരെ നമ്മൾ എന്തായാലും കറക്റ്റ് ഒരു മെത്തേഡിൽ പഠിക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു ലെവലിലേക്ക് എത്തരുത്. എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് ഓരോ പോർഷൻസും പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യാതിരുന്നത് ഒരു
കറക്റ്റ് കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ മാത്രമാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യാന്നുള്ളൊരു മെത്തേഡ് മാത്രമാണ് ഈ ഒരു ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.